നമസ്കാരം. ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനുവരി മാസം 18-ാം തീയതി മുതൽക്ക് 24-ാം തീയതി വരെയുള്ള ഒരാഴ്ചത്തെ കാലഘട്ടത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് സ്ഥിരരാശികളിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഗുരു മിഥുനത്തിലാണ്, ശനി മീനത്തിലാണ്, രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമാണ്, സൂര്യനും ബുധനും ശുക്രനും കുജനും മകരം രാശിയിലാണ്. ചതുർഗ്രഹ യോഗം ഉണ്ട്. ഈ ഗ്രഹയോഗം വെച്ചുകൊണ്ട് എല്ലാ രാശിക്കാർക്കും ഉള്ള പൊതുവായിട്ടുള്ള ഫലമാണ് ഇവിടെ നിരൂപണം ചെയ്യുന്നത്. ആദ്യം നമുക്ക് മേടം രാശി നോക്കാം. മേടം രാശിക്ക് അശ്വതി, ഭരണി, കാർത്തിക, കാല ഈ നക്ഷത്രക്കാരാണ് മേടം രാശിയിൽ വരുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം 10-ാം ഭാവത്തിൽ ദശമസ്ഥാനത്താണ് ചതുർഗ്രഹയോഗം വരുന്നത്. നേരത്തെ പറഞ്ഞ സൂര്യ ബുധ ശുക്ര കുജന്മാർ 10-ൽ വരുന്നു. തൊഴിൽ സംബന്ധിച്ച് അഥവാ അവരുടെ ജോലി സംബന്ധിച്ച് വളരെ ശക്തമായ മാറ്റങ്ങൾ സംഭവിക്കാവുന്ന ഒരു കാലമാണ്. പുതിയ അധികാരങ്ങൾ അവരിൽ വന്നു ചേരുക, ചില നൂതനമായിട്ടുള്ള മേൽനോട്ട ചുമതല ഇതൊക്കെ അവർ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ സർക്കാർ സംബന്ധിച്ചും സർക്കാരുമായിട്ടുള്ള ബന്ധങ്ങളിലും മറ്റ് ഭരണകൂടങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിലുമൊക്കെ അവർ കുറച്ച് സൂക്ഷിക്കേണ്ടതാണ്. എന്തെന്നാൽ അങ്ങനെയുള്ള ഇതുകൊണ്ടുണ്ടാകേണ്ട നേട്ടങ്ങൾ ഉണ്ടാകും എന്നും കാണുന്നുണ്ട്. എന്നാൽ സംഘർഷഭരിതമായിരിക്കും അവരുടെ ഈ ജോലി സംബന്ധമായിട്ടുള്ള കാലം. ഈ സമ്മർദ്ദം അഭിമുഖീകരിക്കാൻ തക്കവണ്ണം ഉള്ള സ്ഥൈര്യം അവർ പ്രത്യേകം നോക്കേണ്ടതാണ്. സാമ്പത്തികമായിട്ട് വരുമാന വർധനവ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ഥാനക്കയറ്റം ജോലിയിലും മറ്റും സ്ഥാനക്കയറ്റം ഉണ്ടാവുക, മറ്റ് ബിസിനസ്സിലും മറ്റും പുതിയ പദ്ധതികൾ വന്നു ചേരുക, ഇതൊക്കെ അവർക്ക് സാധിക്കുന്നതാണ്. ചില ഇൻക്രിമെൻ്റ് കിട്ടുക, അല്ലെങ്കിൽ ശമ്പള വർധനവ് കിട്ടുക, ഇതിനൊക്കെ സാഹചര്യം ഉണ്ട്. ആരോഗ്യപരമായിട്ട് തലവേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രക്തസമ്മർദ്ദം ഉള്ളവർ പ്രത്യേകം സൂക്ഷിക്കണം, അത് കുറച്ച് കൂടാനുള്ള കാലമാണ്. അതുകൊണ്ട് തന്നെ ചില വിശ്രമം വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അവർക്ക് തലവേദന ആണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. തലവേദന ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ തന്നെ വിശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് മറ്റു രോഗങ്ങളായിട്ട് മാറിയേക്കാം എന്നൊരു സൂചന ഇവിടെ കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് ഈ പറയുന്ന വിശ്രമം അവർ ഈ ഒരാഴ്ച പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബ ബന്ധങ്ങളിൽ ചില ജോലി തിരക്കുകൊണ്ട് കുടുംബത്തെ വേണ്ട വിധം ശ്രദ്ധിക്കാൻ സാധിക്കാതെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബന്ധങ്ങൾ കുറയും. കുടുംബത്തിൽ സമയം ചെലവഴിക്കാൻ സമയം കണ്ടെത്താതിരിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷം അവർ നേരിടുന്നതാണ്. ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് സൂര്യ നമസ്കാരം ചെയ്യുക, സൂര്യനെ വണങ്ങുക, സൂര്യക്ഷേത്രത്തിൽ അഥവാ അതില്ലാത്തിടത്ത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഇതൊക്കെ നല്ല കാര്യമാണ്. നിത്യേന 12 പ്രാവശ്യം സൂര്യനെ നമസ്കരിക്കുക അഥവാ സൂര്യായ നമഃ എന്ന മന്ത്രം ജപിക്കുക. അതുപോലെ ഗുരുവിന് തുല്യരായിട്ടുള്ള ആൾക്കാർ, അച്ഛൻ, അങ്ങനെയുള്ള ആൾക്കാരെ ബഹുമാനിക്കുക, അവർക്ക് ദാനാദികൾ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് അവരുടെ അനുഗ്രഹം തേടുക, ഇതൊക്കെയും നല്ലതാണ്. ചുവന്ന വസ്ത്രം ധരിക്കുന്നതും നല്ല കാര്യമാണ്. അടുത്തത് ഇടവം രാശിയാണ്. കാർത്തിക മുക്കാല്, രോഹിണി, മകയിരത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ്. ഇടവക്കൂറ് ലാഭസ്ഥാനത്ത് 11-ാം ഭാവത്തിലാണ് ഗ്രഹയോഗങ്ങളൊക്കെ വരുന്നത്. പുതിയ വരുമാനങ്ങളുണ്ടാകും. അതുപോലെ നമ്മുടെ പ്രവൃത്തി കൊണ്ടുണ്ടാകുന്ന അംഗീകാരങ്ങളൊക്കെ ഉണ്ടാകും. സ്വന്തം ടീമിൽ, അത് ബിസിനസ്സാണെങ്കിലും പാർട്ട്ണർഷിപ്പ് ആണെങ്കിലും അങ്ങനെ, അഥവാ ജോലി സ്ഥലത്താണെങ്കിലും ആ ടീമിൽ അവനവനൊരു പ്രാധാന്യം വരേണ്ട കാലമാണ്. അതുപോലെ തന്നെ പുതിയ പദ്ധതികൾ ഏറ്റെടുത്തിട്ടുള്ളവർക്ക് അതിലൊരു വിജയം കാണാൻ സാധിക്കുന്ന ഒരു കാലമാണ്. സാമ്പത്തികമായിട്ട് ധനലാഭം ഉണ്ടാകുന്ന കാലമാണ്. അതുപോലെ നൂതന നിക്ഷേപങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ആരോഗ്യം പൊതുവെ മെച്ചമാണ്. മറ്റ് രോഗങ്ങളോ ഒന്നും അലട്ടുന്നതായിട്ട് കാണുന്നില്ല. കുടുംബ ബന്ധങ്ങളിൽ സന്തോഷം ഉണ്ടാകും. നല്ല വീട്ടിൽ എല്ലാവരും പരസ്പരം ഏകമത്യത്തോടു കൂടി തന്നെ ഈ ഒരു ആഴ്ച വർത്തിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് വ്യാഴത്തിൻ്റെ ഗ്രഹശാന്തി ചെയ്യുക. വ്യാഴത്തിൻ്റെ മന്ത്രം ഗുരവേ നമഃ എന്നുള്ള മന്ത്രം ജപിക്കുക. അത് 16 തവണ ജപിക്കുകയാണ് നല്ലത്. അതുപോലെ പശുവിന് ഭക്ഷണം കൊടുക്കുക. മറ്റ് അനാവശ്യ ചിന്തകളെ കൊണ്ടുണ്ടാകേണ്ട സംഘർഷം ഒഴിവാക്കുകയും അതുപോലെ ധ്യാനം ശീലിക്കുകയും നല്ലതാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മകരം അവസാനത്തെ 2 പാദം, തിരുവാതിര പുണർദത്തിൻ്റെ 3/4, 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്.
ഗുരു ലഗ്നത്തിലാണ്, വ്യാഴം ലഗ്നത്തിലാണ്, അഷ്ടമത്തിലാണ് മറ്റ് ഗ്രഹയോഗങ്ങൾ 4 ചതുർഗ്രഹയോഗം ഒക്കെ വരുന്നത്. പല വ്യത്യാസങ്ങളും അവരുടെ പ്രവർത്തന മേഖല സംബന്ധിച്ച് ചില വ്യത്യാസങ്ങളൊക്കെ വരാവുന്നതാണ്. രഹസ്യ അന്വേഷണം അതുപോലെ തന്നെ ഗവേഷണം മുതലായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകേണ്ട കാലമാണ്. സാമ്പത്തികമായിട്ട് ചില അപ്രതീക്ഷിതമായിട്ടുള്ള ലാഭങ്ങൾ, പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള ചില ലാഭങ്ങൾ, ധനാഗമ മാർഗങ്ങൾ ഉണ്ടാകും. എന്നാൽ ചിലവുകളും അതുപോലെ തന്നെ വർദ്ധിക്കുന്നതാണ്. ആരോഗ്യപരമായിട്ട് ഒരു ഉറക്കക്കുറവ് കൊണ്ടുണ്ടാകുന്ന ചില കുഴപ്പങ്ങളും ശാരീരിക പ്രശ്നങ്ങളും അതുപോലെ മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ കുറച്ച് അനൈക്യം ഉണ്ടാകും. അത് പരസ്പരം അറിഞ്ഞ് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നതാണ്. ഭാര്യ, കുടുംബം, മറ്റ് മക്കൾ, മറ്റ് അച്ഛനമ്മമാരും ഒക്കെ ആയിട്ട് പരസ്പരം മനസ്സിലാക്കി വേണം വർത്തമാനം പറയാൻ. വർത്തമാനത്തിൽ കൂടെ ഉണ്ടാകാവുന്ന ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് തുളസിക്ക് വെള്ളമൊഴിക്കുക, തുളസി തീർത്ഥം കഴിക്കുക, ബുധായ നമഃ എന്ന 27 തവണ ജപിക്കുക. രാവിലെ ഉദയത്തിന് മുൻപ് എഴുന്നേറ്റ് പ്രാണായാമാദികൾ ചെയ്യുന്നതും ധ്യാനം ചെയ്യുന്നതും വളരെ നല്ലതാണ്. പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഫലം ചെയ്യും. അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർദത്തിൻ്റെ അവസാനത്തെ പാദം പൂയം, ആയില്യം ഈ നക്ഷത്രക്കാരാണ് കർക്കിടകക്കൂറിൽ വരുന്നത്. 7ാം ഭാവത്തിൽ ചതുർഗ്രഹ യോഗം വരുന്നുണ്ട്. പങ്കാളിത്തത്തോടുകൂടി ചെയ്യുന്ന, അത് ജോലിയാണെങ്കിലും മറ്റ് പാർട്ട്ണർഷിപ്പ് മുതലായിട്ടുള്ള ബിസിനസ്സുകളിലും മറ്റും ഉള്ളവർക്ക് ശക്തമായിട്ടുള്ള ചില ബൈൻഡിങ് ആയിട്ടുള്ള ചില ബന്ധങ്ങൾ, പുതിയ ക്ലയൻറ്റേൽ വരിക, അതുപോലെ തന്നെ കരാറുകൾ ഉണ്ടാവുക, അതുപോലെ തന്നെ ദാമ്പത്യ ബന്ധത്തിൽ ഭാര്യയുമായിട്ട് ചേർന്നുള്ള തീരുമാനങ്ങൾക്കും വളരെ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും. അത് അനുകൂലമായിട്ട് വരുന്നതാണ്. സാമ്പത്തികമായിട്ട് ഒരു സ്ഥിര വരുമാനത്തിൽ മുന്നോട്ട് പോകും. കൂടുതലോ കുറവോ അതിൽ ഒന്നും കാണിക്കുന്നില്ല. ആരോഗ്യപരമായിട്ട് ദഹനം സംബന്ധിച്ച്, വയറ് സംബന്ധിച്ചിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകാവുന്നതാണ്. ദാമ്പത്യ ബന്ധത്തിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഒരു നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിന് ചില തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ പാലഭിഷേകം ചെയ്യുക, ജലധാര നടത്തുക ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ സോമനെ, ചന്ദ്രനെ ഭജിക്കുക. സോമായ നമ അല്ലെങ്കിൽ ചന്ദ്രായ നമ എന്നുള്ള മന്ത്രം ദിവസേന ജപിക്കുക 11 പ്രാവശ്യം. മാതാവ്, അമ്മ, അതുപോലെ അമ്മയുടെ സ്ഥാനത്തുള്ളവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള ദാനാദികൾ ചെയ്ത് നമസ്കരിപ്പിക്കുക. അവരുടെ സന്തോഷം, അവരുടെ അനുഗ്രഹം തേടുക. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ കുറച്ച് ഉപ്പ് കുറയ്ക്കുന്നതും ശ്രദ്ധിക്കുന്നതും നന്നായിരിക്കും. അടുത്തത് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രത്തിൽ കാല് ഈ നക്ഷത്രക്കാരാണ് ചിങ്ങക്കൂറിൽ വരുന്നത്. 6ാം ഭാവത്തിൽ ചതുർഗ്രഹ യോഗം വരുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള ശത്രുതാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുടെ മേൽ വിജയം ഉണ്ടാകേണ്ട കാലമാണ്. മത്സരങ്ങളിലും മറ്റുമൊക്കെ പങ്കെടുക്കുന്നവർക്കും വിജയം ഉണ്ടാകുന്ന ഒരു കാലമാണ്. സാമ്പത്തികമായിട്ട് കടങ്ങളുള്ളത് തീർക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അങ്ങനെ തീർക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ആരോഗ്യപരമായിട്ട് കുറച്ച് അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള രോഗികളായിട്ടുള്ള, പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ളവർ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജ്വരം, പലതരത്തിലുള്ള ജ്വരമുണ്ട്. അങ്ങനെയുള്ള ജ്വര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് ചില അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകും. അവരവരുടെ വാക്കുകൊണ്ടുണ്ടാകുന്ന ചെറിയ തെറ്റിദ്ധാരണകൾ മൂലമുണ്ടാകുന്ന സംഘർഷങ്ങൾ വീട്ടിൽ ഉണ്ടാകുന്നതാണ്. ചൊവ്വാഴ്ച ദിവസം ഇവർ ഗണപതിയെ ഭജിക്കുക, ഗണപതി മന്ത്രം ജപിക്കുക. അതുപോലെ തന്നെ ലഗ്നത്തിൽ കേതുവാണ്, കേതവേ നമഃ എന്നുള്ള മന്ത്രം നിത്യേന ജപിക്കുന്നതും ഫലം ചെയ്യുന്നതാണ്. അതുപോലെ ധ്യാനം നടത്തുക, മൗനത്തോടുകൂടിയുള്ള ധ്യാനം നടത്തുക. ഇതൊക്കെ അനുകൂലമായിട്ടുള്ള ഫലം അവർക്ക് ഉണ്ടാക്കുന്നതാണ്. അടുത്തത് കന്നിക്കൂറാണ്. ഉത്രത്തിൽ മുക്കാല്, അത്തം, ചിത്തിര, അര. ചിത്തിരയുടെ 1, 2 പാദങ്ങൾ ചേർന്നതാണ് കന്നിക്കൂറ്. 5ാം ഭാവത്തിൽ ശക്തമായിട്ടുള്ള ഒരു ഭാവമാണ്. 5ാം ഭാവത്തിലാണ് മറ്റ് ചതുർഗ്രഹ യോഗങ്ങളെല്ലാം, എല്ലാ ഗ്രഹങ്ങളും വരുന്നത്. ബുദ്ധി സംബന്ധിച്ചും അതുപോലെ പഠനം സംബന്ധിച്ചും ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. സൃഷ്ടിപരമായിട്ടുള്ള ജോലികൾ, അത് മറ്റ് എഴുത്ത്, അതുപോലെ പത്രപ്രവർത്തനം, ഗവേഷണം നടത്തുക, ഇങ്ങനെയുള്ളവർക്ക് ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. അവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. അധ്യാപകർക്കും അതുപോലെ കണ്ടൻറ് റൈറ്റിംഗ് അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അവർക്ക് ചില അപ്രതീക്ഷിത നേട്ടങ്ങൾ, വരുമാനങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ്. സാമ്പത്തികമായിട്ടും അവർക്ക് ഈ
മേഖലയിൽ നിന്നും ഉള്ള വരുമാനം ഉണ്ടാകുന്നതാണ്. ആരോഗ്യം അനുകൂലമാണ്. വളരെ ഉത്സാഹത്തോടു കൂടി വർത്തിക്കാൻ അവരുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും നല്ല ഉത്സാഹത്തോടു കൂടി വർത്തിക്കാവുന്ന ഒരു കാലമാണ് ഈ ഒരാഴ്ച. കുടുംബപരമായിട്ടും മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല. മക്കളുമായിട്ടും ഒക്കെ ഒന്നിച്ചുള്ള യാത്രകൾ നടത്താൻ സാധിക്കും. കുടുംബപരമായിട്ട് വളരെ സന്തോഷത്തിലിരിക്കാൻ സാധിക്കുന്ന ഒരു ആഴ്ചയാണ്. ഇവരുടെ ഈ ഒരാഴ്ചത്തെ ഒരു പ്രത്യേക പ്രവണത എന്ന് പറയാൻ, ഒന്നും ശരിയായില്ല, ഒരു പരിപൂർണാവസ്ഥ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു പരിപൂർണാവസ്ഥ എത്തില്ല എന്നുള്ള ഒരു തോന്നലും അതുമൂലമുണ്ടാകുന്ന ചില അസ്വസ്ഥതകളും അതുകൊണ്ടുണ്ടാകുന്ന അധിക ചിന്തകളും ഒക്കെ ഉണ്ട്. അത് ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ബുധനെ പൂജിക്കുക, അഥവാ ബുധൻ്റെ മന്ത്രം ഓം ബുധായ നമഃ എന്ന് ജപിക്കുക. അതുപോലെ ഫലമൂലാദികൾ ഭഗവാന് വിഷ്ണുവിന് അഥവാ കൃഷ്ണന് സമർപ്പിക്കുക. ഇതൊക്കെ ഒരു നല്ല പരിഹാരമായിട്ട് പറയാവുന്നതാണ്. ഭക്ഷണത്തിലും കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ വേണ്ടതാണ്. അടുത്തത് തുലാക്കൂറാണ്. ചിത്തിരയുടെ അവസാനത്തെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖം 1, 2, 3 പാദങ്ങളും ചേർന്നതാണ് തുലാക്കൂറ്. 4-ാം ഭാവത്തിൽ ഈ 4 പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം വീട് സംബന്ധിച്ചോ ജോലി സംബന്ധിച്ചോ ജോലിയുടെ സ്ഥാനം സംബന്ധിച്ചും ഒക്കെ ചില മാറ്റങ്ങൾ, ചിലപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി വിട്ട് മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കുക, അഥവാ ബിസിനസ് മറ്റും ചെയ്യുന്നവർക്ക് ഒരു കോൺട്രാക്റ്റ് നടത്തിക്കൊണ്ടിരുന്ന അഥവാ ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ചില കമ്പനികൾ വിട്ട് മറ്റു ചില മേഖലകളിലേക്ക് പ്രവർത്തനം മാറ്റുക, ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാഹനം സംബന്ധിച്ചും ഒക്കെയുള്ള ചില കൂടുതൽ ചിലവുകൾ, വീട് സംബന്ധിച്ചും വീടിൻ്റെ റിപ്പയർ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില പണികൾ, ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ചിലവുകൾ അവർക്ക് കൂടാൻ സാധ്യതയുണ്ട്. ഇവർക്ക് രോഗം നോക്കുകയാണെങ്കിൽ നെഞ്ചുവേദന അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നട്ടെല്ലിനും ഒക്കെ ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം. അത് കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. വീട്ടിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന ചില മനപ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അത് പരിഹരിക്കാൻ കുടുംബത്തിലുള്ള ഓരോരുത്തരും ശ്രമിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ പൊട്ടിത്തെറിയിലേക്കും മറ്റും പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് മഹാലക്ഷ്മിയെ പൂജിക്കുക, ലക്ഷ്മി മന്ത്രം ദിവസേന ജപിക്കുക, അഥവാ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം മഹാലക്ഷ്മി മന്ത്രം ജപിക്കുക. ശുക്രന് പൂജിക്കുക, അഥവാ ശുക്രൻ്റെ മന്ത്രം ശുക്രായ നമഃ എന്ന ചുരുക്കത്തിലുള്ള മന്ത്രം എങ്കിലും 16 പ്രാവശ്യം വെച്ച് ദിവസേന ജപിക്കുക ഒക്കെ നല്ലതാണ്. സ്ത്രീകളെ മംഗല്യവതികളായിട്ടുള്ള സ്ത്രീകൾക്ക് ദാനം ചെയ്യുക, അവരുടെ അനുഗ്രഹം തേടുന്നതും നല്ലതാണ്. വെളുത്ത വസ്ത്രം ധരിക്കുന്നതും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാരാണ് ഈ വൃശ്ചികക്കൂറിൽ വരുന്നത്. ഒരു 3-ാം ഭാവത്തിലാണ് ഈ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെ വരുന്നത്. ആശയവിനിമയം, അതുപോലെ ചെറിയ യാത്രകൾ, അതുപോലെ തന്നെ ചില പുതിയ ശ്രമങ്ങൾ, ഇതൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വിജയം കൈവരിക്കുന്ന ഒരു സമയമാണ്. ധൈര്യത്തോടു കൂടി അവർ ചെയ്തു തുടങ്ങിയ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിന് ഒരു പരിപൂർണത അഥവാ അതുകൊണ്ടുണ്ടാകേണ്ട നേട്ടങ്ങൾ അവർക്ക് ഉണ്ടാകുന്നതാണ്. ജോലി മുതലായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റെടുത്ത ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കേണ്ട ഒരു സമയമാണ്. സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ഥിരമായിട്ടുള്ള ലാഭമാണ്. മറ്റ് വലിയ ദുർച്ചെലവുകളോ അഥവാ വലിയ പ്രത്യേകമായിട്ടുള്ള വരുമാനങ്ങളോ ഒന്നും ലഭിക്കുകയുമില്ല. എന്നാൽ വലിയ ചിലവും വരുന്നില്ല. സ്ഥിരമായിട്ടുള്ള ഒരു സാമ്പത്തിക അവസ്ഥയാണ് ഈ ഒരാഴ്ച ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ആരോഗ്യപരമായിട്ട് തണ്ടലിൻ്റെ വേദന, കയ്യിന് മരവിപ്പ് മുതലായിട്ടുള്ളവ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് അനുകൂലമാണ്. അകന്നിരുന്ന സഹോദരന്മാരും ഒക്കെ ആയിട്ട് ചില നല്ല ബന്ധങ്ങളൊക്കെ ഉണ്ടാകാനും കുടുംബത്തിലൊരു സുസ്ഥിരത ഉണ്ടാകാനും സാധ്യതയുണ്ട്. ജാഗ്രത കൂടുതൽ കൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അഥവാ അങ്ങനെയുള്ള സമയത്ത് അനാവശ്യമായിട്ട് പ്രതികരിക്കുക, ഇതൊക്കെ കുറച്ചൊന്ന് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. എന്തായാലും പരിഹാരം എന്നുള്ള നിലയ്ക്ക് ചൊവ്വാഴ്ച ദിവസം ഹനുമാൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഹനുമാൻ്റെ മന്ത്രങ്ങളോ അഥവാ ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ ചൊവ്വയുടെ മന്ത്രം കുജായ നമഃ എന്ന മന്ത്രം ജപിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇവർ ഈ ആഴ്ച രക്തദാനം ചെയ്യാൻ സാധിക്കുന്നവർ രക്തദാനം ചെയ്യുന്നത് വളരെ നല്ല ഫലം തരുന്നതാണ്. കോപം നിയന്ത്രിക്കുകയും വേണം. അടുത്തത് ധനുക്കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ ഒരു പാദം ഈ നക്ഷത്രക്കാരാണ് ധനുക്കൂറിൽ വരുന്നത്. വാക്ക് കൊണ്ടുണ്ടാവുന്ന ഗുണവും ദോഷവും
അനുഭവിക്കേണ്ട ഒരു കാലമാണ്. വാക്സ്ഥാനത്താണ് പ്രധാനപ്പെട്ട ഗ്രഹയോഗം ഒക്കെ ഉള്ളത്. ധനകാര്യങ്ങൾ ചെയ്യുന്ന ബിസിനസ്സോ അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ടുള്ള ചില എൻ്റർപ്രൈസസുകൾ നടത്തുക, അങ്ങനെയുള്ള ഇടപാടുകളോ ജോലിയോ ഒക്കെ ചെയ്യുന്നവർക്ക് നേട്ടമായിട്ട് വരാവുന്നതാണ്. അത് നേട്ടവും കോട്ടവും ഉണ്ടാവാം, രണ്ടിനും സാധ്യതയുണ്ട്. അത് വേണ്ട വിധം നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ അതുമൂലം നഷ്ടമുണ്ടാകും. പ്രത്യേകിച്ച് വാക്കുകൊണ്ടുണ്ടാകേണ്ട ചില പ്രശ്നങ്ങൾ മുഖാന്തരമുണ്ടാകുന്ന നഷ്ടസാധ്യത ഉണ്ടാകുന്നുണ്ട്. വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചിലവും വളരെ കൂടും. അത് വേണ്ട വിധം നിയന്ത്രിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് കഴുത്ത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ താടയെല്ല്, പല്ല് മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് ചില രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അഥവാ അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ കുടുംബപരമായിട്ടുള്ള കാര്യത്തിൽ, കുടുംബ ബന്ധങ്ങളിലും മറ്റുമൊക്കെ താൻ സ്വയം ചുമതലയെടുത്ത് സ്വന്തം അഭിപ്രായം മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണിത്. അത് ആ ഒരു സ്ഥൈര്യത്തോടു കൂടി അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുകയും കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയും വേണം. വാക്കാണ് ഗുണവും ദോഷവും സംഭവിക്കുന്നത്. പരിഹാരം എന്നുള്ള നിലയ്ക്ക് വ്യാഴത്തിൻ്റെ ഗ്രഹശാന്തി അഥവാ വ്യാഴത്തിന് പൂജ നടത്തുക, അഷ്ടാക്ഷര മന്ത്രം, വിഷ്ണുവിൻ്റെ അഷ്ടാക്ഷര മന്ത്രം ദിവസേന ജപിക്കുക ഒക്കെ നല്ല ഫലം ചെയ്യും. അതുപോലെ തന്നെ ഗുരുവിന്, സ്വഗുരുവിന്, അതുപോലെ പരമഗുരു, പരമേഷ്ഠി ഗുരു, ഇങ്ങനെയുള്ള ഗുരു ഭാവത്തിൽ വരുന്നവർക്ക് അവരെ സന്തോഷിപ്പിക്കുക, അവർക്ക് പ്രദക്ഷിണ നമസ്കാരാദികൾ ചെയ്തുകൊണ്ട് അവരുടെ അനുഗ്രഹം വാങ്ങിക്കുന്നതും അനുകൂലമായിട്ടുള്ള ഫലം ചെയ്യും. അടുത്തത് മകരക്കൂറാണ്. ഉത്രാളത്തിൽ മുക്കാല്, തിരുവോണം, അവിട്ടത്തര ഈ നക്ഷത്രക്കാരാണ് മകരക്കൂറിൽ വരുന്നത്. ലഗ്നത്തിൽ ഇവർക്ക് അതിശക്തമായിട്ടുള്ള ചതുർഗ്രഹ യോഗം ഉണ്ടാകുന്നത് ചില നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാവേണ്ട ഒരാഴ്ചയാണിത്. പുതിയ ചില ഉത്തരവാദിത്തങ്ങളും മറ്റും ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ അവർക്ക് അധികാരം കയ്യിൽ വന്നു ചേരും. അതുപോലെ പൊതുജന ശ്രദ്ധ, സമൂഹത്തിൻ്റെ ശ്രദ്ധ തന്നിലേക്ക് വരുന്ന ഒരു കാലമാണിത്. അതുകൊണ്ട് തന്നെ ജോലിയിൽ കൂടുതൽ ധൈര്യത്തോടു കൂടി ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കേണ്ടതാണ്. സാമ്പത്തികമായിട്ട് അനുകൂലമാണ്. നല്ല വലിയ വരുമാനങ്ങൾക്ക് കാരണമായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയുള്ള വരുമാനം കിട്ടുകയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും. ആരോഗ്യപരമായിട്ട് എല്ല് സംബന്ധിച്ചുള്ള രോഗങ്ങൾ, അതുപോലെ കൈമുട്ട്, കാൽമുട്ട്, ഈ മുട്ടുകൾ സംബന്ധിച്ചുള്ള വേദന ഒക്കെ ഉണ്ടാകാവുന്ന ഒരു കാലമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൻ്റെ സാമാന്യം സ്വച്ഛമായിട്ട് പോകുന്ന കാലഘട്ടമാണ്. എന്നാലും അവരവരുടെ പ്രത്യേകമായിട്ട് തീരുമാനമെടുത്ത് നടത്തേണ്ട കാര്യങ്ങൾ അവരവർ നടത്തണം. അല്ലെങ്കിൽ അതിനെ കൊണ്ടുണ്ടാകുന്ന ഉണ്ടാകുന്ന ചില ദൂഷ്യങ്ങൾ കുടുംബ ബന്ധങ്ങളിലൊക്കെ വരാവുന്നതാണ്. മാനസികമായിട്ടുള്ള ക്ഷീണവും ശാരീരികമായിട്ടുള്ള ക്ഷീണവും ഒക്കെ ഈ ചതുർഗ്രഹ യോഗത്തിൻ്റെ ഫലമായിട്ട് ഈ ആഴ്ച ഉണ്ടാകാവുന്നതാണ്. ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ശനി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ശനി ദേവനെ പൂജിക്കുക, അതുപോലെ വൃദ്ധരായിട്ടുള്ള ആൾക്കാർക്ക് ഭക്ഷണം ദാനം ചെയ്യുക, അന്നദാനം നടത്തുക, ഇതൊക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ചെയ്യുന്നതാണ്. അടുത്തത് കുംഭക്കൂറാണ്. അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം, പൂരൂരുട്ടാതി, മുക്കാല്. പൂരൂരുട്ടാതിയുടെ 1, 2, 3 പാദങ്ങളാണ് കുംഭക്കൂറിൽ വരുന്നത്. ഇവർക്ക് 12-ൽ ശക്തമായ 4 ഗ്രഹങ്ങളുടെ യോഗം വരുന്നുണ്ട്. അതുപോലെ തന്നെ 2-ൽ ശനിയുമാണ്. വിദേശ സംബന്ധമായിട്ടുള്ള ജോലി ചെയ്യുന്നവർക്ക്, അതുപോലെ ആശുപത്രി ജോലി ചെയ്യുന്നവർക്ക്, ഡോക്ടർമാർ മുതലായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ഗവേഷണ മേഖലയിലും മറ്റുമൊക്കെ ജോലി ചെയ്യുക, ബിസിനസ് ചെയ്യുക, ഇവർക്കും അവരുടെ ജോലി, അതുപോലെ അന്വേഷണ മേഖലയിൽ പോലീസ്, രഹസ്യ പോലീസ് മുതലായിട്ടുള്ള കാര്യങ്ങളും മുതലായിട്ടുള്ളവരിലേക്ക് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പ്രവർത്തനം കൂടുതൽ പുരോഗമനം ഉണ്ടാകുന്നതാണ്. സാമ്പത്തികമായിട്ട് കുറച്ച് കൂടുതൽ ചിലവുണ്ടാകാവുന്ന കാലമാണ്. അതിൽ വേണ്ട നിയന്ത്രണം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ പല കടങ്ങൾ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് ഉറക്കക്കുറവുണ്ടാകാം. അതുമൂലമുണ്ടാകുന്ന മെൻ്റലും ഫിസിക്കലുമായിട്ടുള്ള സ്ട്രെസ്സ് ഉണ്ടാകും. തലവേദന മുതലായിട്ടുള്ളവ ഉണ്ടാകും. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം, ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബ ബന്ധങ്ങളിൽ നാം വേണ്ട രീതിയിൽ അംഗീകരിക്കപ്പെട്ടില്ല എന്നുള്ള ഒരു തോന്നൽ, ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നൽ,
കുടുംബത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ ഇടയ്ക്കും അതുപോലെ തന്നെ സഹോദരങ്ങളും ഒക്കെ ആയിട്ട് ഒറ്റപ്പെട്ടു പോകുന്നതായിട്ട് ഒരു തോന്നൽ ഉണ്ടാകാവുന്നതാണ്. രാഹു ലഗ്നത്തിൽ രാഹുവാണ്. അതിൻ്റേതായിട്ടുള്ള മനോപ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചിലവുകളും ഒക്കെ ഉണ്ടാകേണ്ട കാലമാണ് ഇത്. പരിഹാരമായിട്ട് ഭൈരവനെ പൂജിക്കുക, അതുപോലെ നായയ്ക്ക് ഭക്ഷണം കൊടുക്കുക, ഇതൊക്കെ അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാകുന്നതാണ്. രാഹുവിനെ ഭജിക്കുന്നതും നല്ലതാണ്. രാഹവേ നമഃ എന്ന മന്ത്രം ജപിക്കാം. അഥവാ രാഹുവിൻ്റെ സൂക്തം മറ്റ് ശ്ലോകങ്ങളും ഒക്കെ ജപിക്കുന്നത് വളരെ നല്ല ഫലം തരും. എള്ള് കാരെള്ള് ദാനം ചെയ്യുക. അതുപോലെ ലഹരി വസ്തുക്കൾ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സമയത്ത് ലഹരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കണം. അത് മറ്റു ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത വരുന്നുണ്ട്. അടുത്തത് മീനക്കൂറാണ്. പൂരുരുട്ടാതിയുടെ അവസാനത്തെ പാദം ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാരാണ് മീനക്കൂറിൽ വരുന്നത്. മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഗ്നത്തിൽ ശനിയാണ്. കണ്ടകശനിയും ഏഴരശനിയും കൂടെ ഉള്ള കാലമാണ് പൊതുവായിട്ട് തന്നെ. അതുപോലെ തന്നെ 11ാം ഭാവത്തിൽ ചതുർഗ്രഹ യോഗ, പ്രധാനപ്പെട്ട 4 ഗ്രഹങ്ങളും വന്ന് ചേരുന്നുണ്ട്. എന്നാൽ 4-ൽ വ്യാഴമുണ്ട് എന്നുള്ളത് ഒരു അനുഗ്രഹമായിട്ട് എടുക്കാവുന്നതാണ്. അവരുടെ പ്രവർത്തനത്തിലും മറ്റുമൊക്കെ നല്ല ഒരു കാലമാണ്. പ്രവർത്തന നേട്ടം ഒക്കെ ഉണ്ടാകും. സംഘടനാപരമായിട്ട് പ്രവർത്തിക്കുന്നവർക്കും ഒരു അനുകൂലമായിട്ടുള്ള കാലമാണ്. എന്നാൽ ഈ കണ്ടകശനിയും ഏഴരശനിയും ഒക്കെയുള്ള കാലം ശനി ലഗ്നത്തിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇതുമൂലമുള്ള ഫലം നമ്മളിലേക്ക് എത്തുന്നതിന് കുറച്ച് താമസം നേരിടുന്നതാണ്. സാമ്പത്തികമായിട്ട് വലിയ കുറവുകളൊന്നും വരുന്നില്ല. സ്ഥിരമായിട്ടുള്ള വരുമാനം, കിട്ടിക്കൊണ്ടിരുന്ന വരുമാനത്തിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാവുന്ന ഒരു കാലമാണ്. ഇവർക്ക് രോഗങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. എങ്കിലും കാല് സംബന്ധിച്ചുള്ള ചില രോഗങ്ങളും മുട്ട് സംബന്ധിച്ചിട്ടും വാതജന്യമാകുന്ന ചില രോഗങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബ അന്തരീക്ഷം അനുകൂലമാകണം. മറ്റ് സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, സഹോദരന്മാർ ഇങ്ങനെയുള്ളവരുടേതായിട്ടുള്ള കൂട്ടായ്മകൾ ഉണ്ടാവുകയും അതുമൂലം ഉണ്ടാകുന്ന സന്തോഷങ്ങൾ അനുഭവിക്കാനും ഉള്ള കാലമാണ്. ഇവർക്ക് ലഗ്നത്തിൽ ശനിയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയാവുന്നത്. അതായത് എന്ത് ചെയ്താലും അനുകൂലമായിട്ടുള്ള എല്ലാം വന്ന് ചേർന്നാലും അത് അനുഭവത്തിലേക്ക് വരുന്നത് താമസിക്കും എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കാലത്ത് സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. പരിഹാരമായിട്ട് വിഷ്ണുവിനെ ഭജിക്കുക, ശിവനെ ഭജിക്കുക. അഥവാ രണ്ടും കൂടെയുള്ള ശങ്കരനാരായണമൂർത്തി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തുക. ശങ്കരനാരായണ മന്ത്രം ജപിക്കുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ പഞ്ചാക്ഷര മന്ത്രം, ശിവൻ്റെ പഞ്ചാക്ഷര മന്ത്രം ജപിക്കുന്നതും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാവും. ഇവരെ പ്രത്യേകിച്ച് നോക്കേണ്ടതാണ്. ധാരാളം വെള്ളം കുടിക്കണം. ഡീഹൈഡ്രേഷനൊക്കെ വരാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അതുപോലെ തന്നെ ദാനധർമാദികൾ നടത്തി മനസ്സിൻ്റെ ആ ഒരു സ്വാസ്ഥ്യം കൂടാതിരിക്കാൻ, സ്വാസ്ഥ്യം നിലനിർത്താൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ഭാരതീയ ചിന്താക്രമത്തിൽ ആത്മസാക്ഷാത്കാരം കിട്ടുന്നത് ഈശ്വര ഭജനത്തിൽ കൂടെയാണ്. ഈശ്വരനെ ഭജിക്കുന്നതിൽ കൂടെയാണ് ആത്മാവിനെ അറിയുന്നത്, അവനവനെ അറിയുന്നത്. അവസാനം ഞാൻ തന്നെയാണ് ഈശ്വരൻ, ആ ഈശ്വര തത്വം മുഴുവനും എന്നിലടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പരിപൂർണാവസ്ഥ ജഗത്തിലും എന്നിലും ഒരുപോലെ ദർശിക്കാൻ സാധിക്കുക എന്നതാണ് മോക്ഷമായിട്ട് ഋഷിമാർ പറഞ്ഞിട്ടുള്ളത്. ഇത് എല്ലാ തരത്തിലുള്ള ഏതവസ്ഥയിലുമുള്ള സാധാരണക്കാർക്ക് വരെ സാധിക്കാൻ വേണ്ടിയിട്ടാണ് നാം ഈശ്വരൻ്റെ പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ്, പലതരത്തിലുള്ള അവതാരങ്ങൾ, പലതരത്തിലുള്ള പല ഭാവങ്ങളിലുള്ള ഈശ്വര പ്രതിബിംബങ്ങൾ നമുക്കുണ്ടായിട്ടുള്ളത്. എന്നാൽ അതുകൊണ്ട് തന്നെ ധാരാളം ഈശ്വരന്മാർ നമുക്കുണ്ട്. ഇതൊക്കെ ഒന്നാണ് എന്നുള്ള ബോധവും ഭാരതീയന് എല്ലാവർക്കും തന്നെ ഉണ്ട്. എന്നാൽ ഇതിലൊക്കെ ഒരു വളരെ വിശേഷമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഗണേശ പദ്ധതി. എന്തെന്നാൽ ഗണപതിയിൽ കൂടെ മാത്രമേ നമുക്ക് ഏതൊരു ഈശ്വരനിലേക്കും പ്രവേശമുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏതൊരു പൂജ ചെയ്താലും, ഏതൊരു ഈശ്വരനെ വണങ്ങിയാലും പൂജിച്ചാലും അവിടെയൊക്കെ ഗണപതിയിൽ കൂടെ മാത്രമേ അത് തുടങ്ങാൻ പറ്റുള്ളൂ. ഗണപതിയെ പൂജിച്ചുകൊണ്ട് മാത്രമേ മറ്റേതൊരു ഈശ്വരഭാവത്തെയും നമുക്ക് പൂജിക്കാൻ പറ്റുകയുള്ളൂ. അത് ഏതൊരു ക്ഷേത്രത്തിലാണെങ്കിലും, അത് മഹാവിഷ്ണു ക്ഷേത്രത്തിലാകട്ടെ, ശിവക്ഷേത്രത്തിലാകട്ടെ, ഭദ്രകാളി ക്ഷേത്രത്തിലാവട്ടെ, അവിടെയൊക്കെ പൂജ തുടങ്ങുന്നത് ഗണപതി വന്ദനത്തോടു കൂടിയാണ്. അഥവാ ഗണപതിയെ പൂജിച്ച് ഗണപതിയെ നിവേദ്യം കൊടുത്ത് പ്രസാദിപ്പിച്ച് അതിന് ശേഷം മാത്രമാണ് ഈ പ്രധാന ദേവങ്ങളിലേക്ക് പോകുന്നത്.
അതുപോലെ തന്നെയാണ് അനുഗ്രഹ കലകളും ആ ദേവൻ്റെ അനുഗ്രഹ കലകളും ഗണപതിയിൽ കൂടെയാണ് നമുക്ക് കിട്ടുക എന്നതും ഒരു താന്ത്രിക സത്യമാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ഗണേശ ഭജനത്തിൽ കൂടെ മാത്രമാണ് നമുക്ക് സാധിക്കാവുന്നത്. ഇത്രയും വൈശിഷ്ട്യമുള്ള ഒരു ദേവൻ, അതായത് ഏത് തരത്തിലുള്ളവർക്കും, സാധാരണ വളരെ പാമരനായിട്ടുള്ള ഒരു വ്യക്തിക്കും വളരെ ചെറുതായിട്ടുള്ള കുട്ടിക്കും യോഗ അവസ്ഥയുടെ അങ്ങേയറ്റത്ത്, പാണ്ഡിത്യത്തിൻ്റെ അങ്ങേയറ്റത്ത് എത്തി നിൽക്കുന്നവർക്കും ഒരുപോലെ പ്രാപ്യമായതും എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഗണപതിയാണ് ഭാരതത്തിലെ പ്രധാന ദേവൻ എന്ന് തന്നെ പറയാം. എന്ന് മാത്രമല്ല, ഇത് ലോകമെമ്പാടും ഒരു കാലത്ത് ലോകമെമ്പാടും ഈ ഗണേശ ഭജനം അഥവാ ഗണേശ തത്വം നല്ലവണ്ണം അറിഞ്ഞിരുന്നു എന്നുള്ളതിന് തെളിവുകളുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം ഗണപതിയെ. എല്ലാവർക്കും നന്മ വരട്ടെ. നമസ്കാരം.